കൊടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച നല്ലൊരു കുടുതക്കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം നമ്മുടെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് വഴറ്റി യോജിപ്പിക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണേ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ വേറൊരു പാനിൽ ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കണത് കേട്ടോ. അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിക്കുകയാണ്. പിന്നെ അതാ ഒരു 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് വെള്ളത്തോടക്കനെ തന്നെ അതിൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതാ നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ നമ്മുടെ കുടംപുളി ഇട്ട കുടുതക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിലേക്ക് സവാള കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പുളി ഉപ്പും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പുളി കൂടുതലാണെങ്കിൽ കുടംപുളി അപ്പം തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. കാരണം നമ്മുടെ കറി ടേസ്റ്റ് ആവുന്നത് പിറ്റേ ദിവസത്തേക്കാണ്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മീൻ കറി.